നീ ഉറക്കത്തെ പേടിച്ച് നിലവിളിക്കാത്ത ആദ്യത്തെ ദിവസമായിരുന്നു ഇന്നലെ. ഇനിയിപ്പോ ആ ജ്യോത്സ്യം പറഞ്ഞ പോലെ നല്ല കാലം വരാൻ പോവാ. ഈ ഏലസ് കിട്ടിയ പിന്നെ ഒരു തടസ്സവും ഇല്ല അല്ലേ? ഇനി 1-2 പൂജയും കൂടെ ഉണ്ട്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ മോക്ക് മംഗല്യയോഗമാവും. ഇത് കുടിച്ചിട്ട് പോയി കുളിച്ചിട്ട് പോ. ഇനി ഒന്നും പേടിക്കാനില്ല. ഒരു ദുസ്വപ്നവും കാണില്ല. അതാ പേടി. സ്വപ്നങ്ങൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കണേ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തേനെ. നീ എന്താ പറഞ്ഞേ? അതന്നെ, നിൽക്കൂലേ മോഹങ്ങള്. എല്ലാ സ്വപ്നത്തിന്റെയും തുടക്കം നല്ലതാ. സ്നേഹമായിട്ട് ഒരാള്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ. കഴുത്ത് ഞെരിക്കാനാണെങ്കിലും എന്നെ ഒരാൾ തുടരുന്നുണ്ട്. കടിക്കാനാണെങ്കിലും മുഖത്ത്. അതും ഇല്ലെങ്കിലോ? ഇനി ഒരു പൂജയും മന്ത്രവും വേണ്ട. എനിക്ക് സ്വപ്നം കാണണം. കുമാരേട്ടാ, എന്താ രായപ്പ ഒരു തിടുക്കം? കൂറ 10,000 വീണമാതിരി പരക്കം പാച്ചല്. ഹരി എവിടെ കുമാരേട്ടാ? എന്താ അവനോടൊരു സ്വകാര്യം? അവന്റെ തന്ത കേൾക്കാൻ പാടില്ലാത്തൊരു ഇത്. അയ്യപ്പന്റെ മുമ്പിൽ പുലിക്കളി വേണ്ട കേട്ടോ. അതവൻ നേരിട്ട് വാങ്ങേണ്ട കത്താ, രജിസ്റ്റേർഡാ. അത്രേ ഉള്ളു കാര്യം. അവൻ ആ പറമ്പിലെങ്ങാൻ കാണും. ചായ വരണം? ഏയ് വേണ്ട. വേണ്ടല്ലേ? ഹരി, നിനക്കൊരു രജിസ്റ്റേർഡ് ഉണ്ട്. രാജപേട്ട, എനിക്ക് ജോലി കിട്ടി. എന്താ ജോലി? കോടതിയില്. ആമീൻ. ഹരി, നിനക്ക് ഇരട്ട ഭാഗ്യ. ഇരട്ട പെറ്റ സുഖം. ജോലിയും കിട്ടി, മോഹിച്ച പെണ്ണിനെയും കിട്ടും. എല്ലാ വഴിപാട് അസലായി. ഭഗവാൻ നന്നായി പ്രസാദിച്ചേക്കണു. എന്നാലും ഹരിയുടെ നാളിലുള്ള വഴിപാട് നിർത്തണ്ട. ഇപ്പൊ കാശിനും വിഷമല്ലോ. ഇത്തിരി കഴിഞ്ഞാൽ വഴിപാട് വായിച്ചു തരാം. അതുകൊണ്ട് പോയാ മതി. എവിടാടി? നിങ്ങൾ കളിക്കാം, ഞാനിപ്പോ വരാം. മീനു, എന്താ പറ്റിയ നിനക്ക്? ഒന്നുമില്ല. എന്നോട് കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ മനപ്രയാസം ഉണ്ടെന്ന്. അമ്മ വഴക്ക് പറഞ്ഞോ? പിന്നെന്താ? അതിപ്പോ കുറച്ചു ദിവസമായി മീരേച്ചി എന്നോട് മിണ്ടാനും കളിക്കാനും ഒന്നും വരുന്നില്ല. എന്താ ദേഷ്യമുള്ള പോലെ. ഓഹോ, അതാണോ കാര്യം? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞില്ലേ അവക്ക് കുറച്ച് കിറുക്കുണ്ടെന്ന്. ഇപ്പൊ ബോധ്യായല്ലോ. അതൊന്നും ഇല്ല. അതല്ലേ പിന്നെന്താ? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ മീരേച്ചിക്കുണ്ട്. അത് കല്യാണം നടക്കാത്തതിന്റെയാ. അതിന് എന്നോട് എന്തിനാ ദേഷ്യം കാട്ടണേ? ഞാൻ കുറ്റം പറയല്ല. ചില നേരങ്ങളിൽ അവളുടെ സ്വഭാവം മഹാ ബോറാ. അല്ല, നീ ഞങ്ങളോട് കളിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഇരിക്കാം. ആവശ്യമില്ലാത്ത ഓരോന്നാലോചിച്ചേ നിനക്ക് കിറുക്കാവണ്ട. ഇനിയിപ്പം വേലാചേട്ടന് തടസ്സമൊന്നുമില്ലല്ലോ. മോളെ കൊടുത്തൂടെ? ഹരിപ്പം സർക്കാർ ഉദ്യോഗസ്ഥനാ. സന്തോഷേ ഉള്ളൂ. ആണിന്റെ ഭാഗ്യം എപ്പോഴാ തെളിയാന്ന് ആര് കണ്ടു? അതിവർഷം അല്പവർഷം, കുതിരയുടെ ചാട്ടം, പെണ്ണിന്റെ മനസ്സ്, ആണിന്റെ ഭാഗ്യം, ഇതൊന്നും ദൈവത്തിന് പോലും അറിയില്ലെന്ന സുഭാഷിതം. അതെ അതെ. എന്നാ പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിക്കല്ലേ? മീനമാസം 5-ാം തീയതി ഞായറാഴ്ച 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം.
നമുക്ക് സ്വന്തം. ഒരുപാട് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം കൊതിച്ച് കൊതിച്ച് കിട്ടിയ നിമിഷം. അയ്യോ, നീ എന്ത് പ്രാന്തായി കാണിച്ച? വെറുതെ കൈ മുറിക്കേ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? എന്റെ കഴുത്ത് മുറിക്കണോ? എന്റെ മോളിങ്ങനെ തുടങ്ങിയാലോ? എല്ലാത്തിനും ഒരു നേരവും കാലവും ഉണ്ട്. നിങ്ങൾക്ക് എത്ര കുപ്പി കള്ളു വേണേ ഞാൻ മേടിച്ചു തരാം. കുമാരന് കാശൊരു പ്രശ്നമല്ല. ഇപ്പൊ ചത്താ പോലും മനസമാധാനത്തോടെ കള്ളു കുടിച്ചിട്ട് ചത്തതാണെന്ന് ആശ്വസിക്കാം. കുമാരേട്ടാ, നിങ്ങളൊരു മഹാന. ഓ മഹാൻ. അയ്യടാ, എത്ര നാളായിന്നറിയോ ഒരു തുള്ളി മോന്തിയിട്ട്? കുമാരൻ എന്തു ആവാം, ഒറ്റ ചെക്കനാ. വയ്യാണ്ട് കിടന്നാൽ നോക്കാൻ ആളുണ്ട്. ഞാൻ കിട്ടുന്ന കാശ് നുള്ളിപ്പെറുക്കി വെച്ചില്ലെങ്കിലേ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ ഭാർഗവി ഊര് കണ്ടേണ്ടി വരും. ഇപ്പോഴും താനെല്ലാം ഒരു അന്യനായിട്ടാണ് കാണുന്നതല്ലേ? അതല്ലടോ, ഒന്ന് കരുതി ജീവിച്ച പിന്നെ വിഷമിക്കണ്ടല്ലോ. ജീവിതമായാൽ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വെച്ച് എപ്പോഴും അത് ആലോചിച്ചിരുന്നാൽ പിന്നെ എന്താണോ ഒരു സുഖം. തലചുട്ട് പൊള്ളുന്നു. ആർക്കോ എന്തിനാ വേണ്ടി വാദിച്ച വാക്കിന്റെ മുടഞ്ഞ വേളയിൽ മൂർച്ചയിൽ എന്റെ തലയുട്ട് കൊള്ളുന്നു, എന്റെ തലയുട്ട് കൊള്ളുന്നു. ഓ, തുടങ്ങി കോരപ്പന്റെ ഒരു ഗീതാപാരായണം. അവൻ എന്ത് വേണമെങ്കിലും ആയിക്കൂടെ? ചെലവിനുള്ള കാശ് മോൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഭാഗ്യം ചെയ്ത ജന്മ. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അതാണ് മനുഷ്യന്റെ സ്ഥിതി. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ല. എടോ, എന്നുണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് തരിച്ചുള്ള ജീവിതം, തിന്നോ കിടന്നൊന്ന് നോക്കാനൊരാളില്ലാതെ. തലയുട്ട് പൊള്ളുന്നു. ഓരപ്പം ചൊല്ലുന്നത് കവിതയല്ല, ജീവിതമാണ്. പൊള്ളുന്നു. ആർക്കോ എന്തിനോ വേണ്ടി വാദിച്ച വാക്കിന്റെ മുതന്റെ വേളയിൽ മൂർച്ചയിൽ പൂർത്തീകരിക്കാത്ത കവിത പോലെയാ ജീവിതം. ഇതെന്താ മീരച്ചി, ഈറ്റ ചിന്തുമ്പോ പറ്റിയതാ? മീരച്ചി എന്താ രാധേച്ചിയുടെ വീട്ടിൽ വരാഞ്ഞേ? ഞാൻ എത്ര നേരം കാത്തിരുന്നെന്നറിയോ? എന്താ വരാഞ്ഞേ? എന്റെ അമ്മ വന്നില്ലേ? മീരച്ചി വരുന്നത് പോലെയാണോ അമ്മ വരുന്നേ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഇപ്പൊ മാറിയില്ലേ? നമുക്ക് വീട് വരെ പോവാം, എന്നിട്ട് പുഴയിൽ പോയി. വേണ്ട. വേണം, വാ ചേച്ചി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പൊക്കോ. ഞാൻ ഇനി മീരച്ചിയോട് മിണ്ടില്ല. ഭഗവതി, മീരയുടെ പേര് കഴിക്കാത്ത വഴിപാടുകളില്ല, നേരാത്ത നേർച്ചകളില്ല. എന്നിട്ട് ഒരു ഫലമില്ലാച്ച. ഒക്കെ നേരെയാവും. കലികാല, അസുര ജന്മങ്ങൾ വിളയാടുന്ന കാല. ശാരദേ, 1-2 ദിവസമായി ഓരോ ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നു. എന്തൊക്കെയോ നാശം ഇവിടെയും വരാൻ പോണ ലക്ഷണം. വെളിച്ചപ്പാട് എന്തൊക്കെയായി പറയുന്നേ? തട്ടകത്തമ്മ കൺമുന്നിൽ കാണിച്ചെന്ന നിമിത്തങ്ങൾ അതാ പറയണേ. എല്ലാവരും കരുതിയിരിക്കുക. കാലാതീതമായി ഒന്നുമില്ല. ഈശ്വര നിശ്ചയം പോലെ ഒക്കെ നടക്കും. എന്റെ ഈശ്വര.